ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അധികാരത്തിന്റെ ധാർഷ്ട്യ കസേര വലിച്ചിട്ടൊരു പാവം ഉദ്യോഗസ്ഥനെ പരസ്യ വിചാരണ ചെയ്തത് പത്തനംതിട്ടയിൽ കാത്തിരുന്നൊരു കുടുംബത്തിന് കണ്ണീർ ചിത്രം മാത്രം ബാക്കി വെച്ചിട്ട് 1.5 മാസം പിന്നിട്ടു. ദിവ്യയെ കാണാതെ ഒളിച്ചു നടന്ന പോലീസ് ഗത്യന്തരമില്ലാതെ പിടികൂടി 11 നാൾ ജയിലിൽ കിടന്നതല്ലാതെ ആ കേസിലൊന്നും നടന്നതേയില്ല. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് നേതാക്കൾ പറയുന്നതല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. രാഷ്ട്രീയ നേതൃത്വത്തോട് മറുപടി പറയേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ ആമയെ തുൽപ്പിക്കുന്ന വേഗമുള്ള അന്വേഷണ സംഘം പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യുമെന്ന് കരുതുകയും വയ്യ. അപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം ചോദിക്കുന്നത് പോലെ കൊലപാതകമാണോ, കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന് സംശയിച്ചാൽ ആര് ദൂരീകരിക്കും ആ സംശയം? അടിവേരുകൾ അന്വേഷിച്ചു പോകാൻ ആഭ്യന്തര വകുപ്പിനാകുമോ? ചോദ്യം ഇതാണ്. CBI വരണ്ടേ? നവീൻ ബാബുവിന്റെ കുടുംബ സുഹൃത്തും CPI അംഗവുമായ മലയാലപ്പുഴ ശശി, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, BJP പ്രതിനിധി ഷാജി രാഘവൻ, ലീഗ് പ്രതിനിധി CK നജാഫ് എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ഞാൻ മലയാലപ്പുഴ ശശിയിലേക്ക് പോകുന്നു. ശ്രീ മലയാലപ്പുഴ ശശി, ആദ്യം പോലീസ് നടത്തിയ അന്വേഷണത്തോട് പൂർണ്ണമായും കുടുംബം പ്രതീക്ഷയോടെ സഹകരിക്കുകയായിരുന്നു. ഏത് ഘട്ടത്തിലാണ് അതിൽ അന്വേഷണത്തിൽ സംശയം തോന്നിയത്? ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനിടയായ പ്രധാനപ്പെട്ട സാഹചര്യം ഏതാണ്? കുടുംബത്തിൻ്റെ പ്രതീക്ഷ, അതിനൊപ്പം കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നാണ് അവരിപ്പം വിലയിരുത്തിയിരിക്കുന്നത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും ഇപ്പോൾ SIT അന്വേഷിക്കുമ്പോഴും അവർ പ്രതീക്ഷിക്കുന്ന വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അവർ CBI അന്വേഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പാർട്ടി അവരുടെ ഈ ഒരു അച്ഛനെ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബം, സഹോദരനെ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ ദുഃഖത്തിന് സമാനതകളൊന്നുമില്ല. അപ്പോൾ ആ ദുഃഖിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം കൊടുക്കാൻ തിരിച്ച് നഷ്ടപ്പെട്ടു പോയ ആളിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനെങ്കിലും നമുക്ക് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന നിലപാടിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്. അവരുടെ സംശയങ്ങൾക്കോ അവരെ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതിലോ കുറ്റം കണ്ടെത്താനും നമുക്ക് കഴിയുന്നില്ല. ശ്രീ മലയാലപ്പുഴ ശശി, ഇപ്പോൾ കെട്ടിത്തൂക്കിയതാണോ കൊലപാതകമാണോ എന്നൊക്കെ സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ മൊഴിയെടുക്കുന്നതിലൊക്കെ താമസം എന്നുള്ള പരാതി കൂടി കുടുംബം പറയുകയാണ്. നമുക്കറിയാവുന്നതാണ്, മരിച്ച മൃതദേഹം കൊണ്ടുവരുന്ന ദിവസം തന്നെ ആദ്യം എത്തിയ പോലീസ് കുടുംബത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് SIT അന്വേഷണം ഏറ്റെടുത്ത ശേഷം വളരെ വൈകിയാണ് മൊഴിയെടുത്തത് എന്നതാണോ കുടുംബത്തിൻ്റെ പരാതി? അപ്പോഴും പോലീസിൽ സംശയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഈ പറഞ്ഞതിനപ്പുറം ഞങ്ങളൊക്കെ അന്നും ഇന്നും അവരുടെ കുടുംബവും വളരെ സംശയത്തോട് കാണുന്ന 2 കാര്യങ്ങളുണ്ട്. ആദ്യം കണ്ണൂരിൽ നടന്ന കാര്യങ്ങൾ, ഒന്ന് പോസ്റ്റ്മോർട്ടം, പിന്നെ പ്രേതവിചാരണ. ഇതിലൊക്കെ ഇത്ര തിടുക്കം എന്തിനായിരുന്നു എന്ന ചോദ്യം ഇതുവരെയും ഉത്തരം കിട്ടാതെ ബാക്കി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഞാനിതൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്കറിയാം. സാധാരണഗതിയിൽ ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ലാതെ ഇത് രണ്ടും ചെയ്യേണ്ട, അല്ലെ അവരെ അറിയിക്കാതെ ഇത് രണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ മുതൽ ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കാര്യങ്ങൾ നേരായ വഴിക്കാണോ പോകുന്നത് സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിന് ബലം നൽകുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത്. വ്യക്തമായി ഒരു ഉത്തരവും നൽകാതെ ഇതിനാകെ ഉത്തരവാദിയായ കളക്ടർ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തെ ഒന്നും കാര്യമായി ചോദ്യം ചെയ്തതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയുന്നില്ല, കുടുംബത്തിനും അറിയത്തില്ല. ഇമാതിരി അതുപോലെ തന്നെ SIT രൂപീകരിച്ച് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ ഈ മലയാളപ്പുഴയ്ക്കൊന്ന് വരുന്നത്. അപ്പോൾ ഒരു പ്രകടനപരമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് അങ്ങനെ അവർ കാണുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. അവരുടെ നഷ്ടമെന്ന് പറഞ്ഞാൽ ആ നഷ്ടത്തിൻ്റെ മേലാണ് അവർ നിൽക്കുന്നത്.
ആ നഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അതായത് ഒന്നും നീതി മരിച്ചുപോയ എൻ്റെ ഭർത്താവിന്, എൻ്റെ അച്ഛന്, എൻ്റെ സഹോദരന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്നുള്ള അവരുടെ സംശയം, ആ സംശയം അതിന് ഞങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ കഴിയത്തില്ല. അതാണ് ന്യായമായ ഒരു സംശയമാണ് അവർക്കുള്ളത്. ഈ രണ്ട് കാരണങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം എന്തിനാണ് ഇത്ര തിരക്കിട്ട് നടത്തി, ഈ പ്രേതവിചാരണ, അതാണ് ഏറ്റവും പ്രധാനമല്ലേ. ശരീരത്തിലെ മുറിവ് അതെല്ലാം പരിശോധിക്കുന്ന അപ്പോഴാണ്. അതൊന്നും ഇത്ര തിരക്കിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നില്ല. അപ്പം അവിടെ മുതലേ എന്തൊക്കെയോ പെശ കൊണ്ടെന്നാണ് ആ കുടുംബത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എങ്കിലും അവർക്ക് ഈ സർക്കാരിലും ഈ പോലീസിലും ഒക്കെ അങ്ങ് വിശ്വാസം ഇല്ലാത്തവരായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും നാൾ കാത്തിരുന്നിട്ടും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ നടക്കേണ്ട വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഇപ്പോൾ അവരിൽ അവശേഷിച്ചിരിക്കുന്നത്. അവരുടെ ദുഃഖത്തെയും ആ ആശങ്കയെയും ഞങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ കാണുന്നു. ആ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ നിർബന്ധപൂർവമായ നിലപാടുമാണ് CPIക്കുള്ളത്. ശ്രീ മലയാളപ്പുഴ ശശി, ഈ കേസ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം PP ദിവ്യയുടെ പ്രതികരണം, ഇരുത്തിയുള്ള അപമാനിക്കലടക്കം ഈ കേരളം മുഴുവൻ കണ്ടു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാം CPM സംസ്ഥാന നേതൃത്വം തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ വീട്ടിലെത്തി കുടുംബത്തിന് ആശ്വസിപ്പിക്കുന്നു. അതേസമയം പത്തനംതിട്ട ജില്ലാ ഘടകം എത്ര ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ദിവ്യ ഇനി പാർട്ടിയിൽ തുടരരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. റവന്യൂ മന്ത്രി ഈ കാര്യത്തിൽ ഒരു തരത്തിലും അഴിമതിക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥനെന്ന് കൃത്യമായി സാക്ഷ്യപ്പെടുത്തി. കൃത്യമായ നടപടികളുണ്ടാകുമെന്ന ഉറപ്പ് കുടുംബത്തിനും ഈ സമൂഹത്തോടും നൽകുകയാണ്. പക്ഷേ റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണമുണ്ട്, അതിലും ഈ കലക്ടറുടെ മൊഴിയെടുക്കലുണ്ട്, മൊഴി രേഖപ്പെടുത്തലുണ്ട്. പക്ഷേ കലക്ടർ ഒരു സാക്ഷി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നതിലപ്പുറം കളക്ടറുടെ പങ്ക്, ഇപ്പോൾ കുടുംബം സംശയിക്കുന്ന ഒരു പങ്ക് റവന്യൂ വകുപ്പ് സംശയിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതിൽ CPM നേതൃത്വവും CPI നേതൃത്വവും ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് ഒരേ സമയം പറയുകയും അന്വേഷണം ഒരു തരത്തിലും അവർക്ക് അനുകൂലമായി നടക്കാതെ വരികയും അല്ലെങ്കിൽ അവർക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നിടത്താണ് ഈ കേസ് വ്യത്യസ്തമാവുന്നത്. ഇതിൽ CPI പ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രതികരണം എന്താണ് ശ്രീ മലയാളപ്പുഴ ശശി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം മലയാളപ്പുഴയിൽ വന്ന് ഈ കുടുംബാംഗങ്ങളെ കാണുകയുണ്ടായി. ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി സഖാവ് രാജൻ ഇവിടെ വന്നിരുന്നു. അവർ രണ്ടുപേരും എടുത്തിരിക്കുന്ന നിലപാട് ഈ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ്. വളരെ വേഗത്തിൽ പോലീസ് ഇങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ തന്നെ വളരെ വേഗത്തിലാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ട് അത് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏതോ പത്രങ്ങളിൽ തന്നെ വാർത്ത ഉണ്ടായിരുന്നു, അവർ വിവരാവകാശം ചോദിച്ചപ്പോൾ അതിപ്പം പുറത്തുവിടാൻ കഴിയത്തില്ല എന്ന്, പോലീസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് എന്ന് മറുപടി കൊടുത്തതായിട്ടും വായിക്കുകയുണ്ടായി. അത് സർക്കാർ നടപടിക്രമത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെങ്കിൽ ഈ റവന്യൂ വകുപ്പ് എന്ന നിലയ്ക്ക്, അല്ലെ CPI മന്ത്രി ഭരിക്കുന്ന വകുപ്പ് എന്ന നിലയ്ക്ക് റവന്യൂ വകുപ്പിലെ എല്ലാ ഇടപെടലുകളും ശ്രീ നവീൻ ബാബുവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ടും ഇതുവരെയുള്ള നിലപാടുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ശരി, ഞാൻ CPM പ്രതിനിധി ഈ ചർച്ചയിലില്ല. M. ജയചന്ദ്രൻ എടുത്ത നിരീക്ഷകനാണുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. നേരത്തെ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ വേണ്ടി വന്നാൽ CBI അന്വേഷണം ആവശ്യപ്പെടുമെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഈ പോലീസ് അന്വേഷണം നോക്കൂ, SITയുടെ അന്വേഷണം ഈ CCTV അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും കൃത്യമായി സമാഹരിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പരാതിയാണ്. മാത്രമല്ല ഈ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ടും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ കുടുംബത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നടത്തിയെന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കൽ പോലും സംശയകരമാണ് എന്ന് പറയുകയാണ്. ഒരു വശത്ത് പാർട്ടി ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് പറയുന്നു, പക്ഷേ PP ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്നതും നമ്മൾ കാണുകയാണ്. ഇവിടെ ഏത് തരത്തിലാണ് ഇനി കുടുംബത്തിന് ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിലൊരു നീതി ലഭിക്കുക? CBI അന്വേഷണമല്ലേ ശരിയായ മാർഗം? ഈ പരാതി എന്താണെന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയിട്ടില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിലടക്കം എല്ലാ ചാനലുകളും ആ പരാതിയുടെ ഉള്ളടക്കം പറയുന്നുണ്ടല്ലോ. അത് വെച്ചുകൊണ്ട് ഈ അഭിപ്രായം പറയാൻ കഴിയും സ്മൃതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ മലയാളപ്പുഴ ശശി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തല്ലോ.
അപ്പോൾ അദ്ദേഹം പിന്നെ അവസാനം പറഞ്ഞു നിർത്തുന്നത് പിന്നെ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു അമാന്തവും കാണിച്ചിട്ടില്ല എന്ന് പ്രത്യേകം പറയാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സർക്കാർ ഏതെങ്കിലും വകുപ്പുകൾ വേർതിരിച്ച് പ്രവർത്തനം മുമ്പോട്ട് നീക്കുക എന്നുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടുമില്ലല്ലോ. റവന്യൂ വകുപ്പിന് ഒരു സമീപനം, പോലീസ് വകുപ്പിന് വേറൊരു സമീപനം, ആരോഗ്യ വകുപ്പിന് വേറൊരു സമീപനം എന്നുള്ള നിലയിലല്ല ഈ അന്വേഷണങ്ങളൊന്നും പോകാറുള്ളത്. ഇപ്പോഴും പോകുന്നത് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അത്ര ഒരു ആരോപണം വിവിധ വകുപ്പുകൾ വ്യത്യസ്ത രൂപത്തിലാണ് പ്രവർത്തനം നടത്തുന്നത് എന്ന ആക്ഷേപം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉള്ളതായിട്ടും ഈ ഇന്നത്തെ ചാനൽ റിപ്പോർട്ടിങ്ങിലൊന്നും കണ്ടിട്ടുമില്ല. ഏതായാലും ഈ താങ്കളുടെ ചോദ്യം CBI അന്വേഷണമാണോ പ്രസക്തം എന്നുള്ളതാണല്ലോ. ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള അവകാശവും സാധ്യതകളും ഒക്കെ അവർക്ക് തേടാവുന്നതാണ്. പക്ഷേ ഈ കേട്ടത് വെച്ച് പറയുമ്പോഴേക്ക് ഇപ്പോൾ സ്മൃതി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് ആത്മഹത്യയല്ല ഒരു കൊലപാതകമാണ് എന്ന സംശയം അവർ പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതൊരു അത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ ആർക്കാണ് താല്പര്യം? ഇത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് കൃത്യമായി വരുന്നത് എവിടെയാണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് ഉണ്ടാവുമല്ലോ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് ഈ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം BNS 108 ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുന്നത്. ഈ BNS 108 അതിൻ്റെ എന്തെങ്കിലും അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അത് അത്രത്തോളം ചേർന്ന് പോവില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണോ ഏതെങ്കിലും വക്കീൽ ബുദ്ധിയിൽ ഇങ്ങനെ കൂടെ ചേർത്ത് കളയാം എന്ന് തോന്നുന്നത്? ഈ കൊലപാതകം എന്നുള്ളൊരു ആരോപണം ചേർത്ത് കളയാൻ തോന്നുന്നത്? അങ്ങനെ ചെയ്യുമ്പോഴുള്ള സ്മൃതി ഒരു പ്രധാനപ്പെട്ട കുഴപ്പം എന്താണെന്നറിയാമോ? ഗൗരവമുള്ളൊരു കുഴപ്പം വരുന്നത് ഇതിൻ്റെ അകത്ത് ഈ കേസ് തന്നെ ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിവ്യയ്ക്ക് പോയിക്കൂടെ? ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ? ഇത് കൊലപാതക കേസായിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പേരിലുള്ള ചാർജ് തന്നെ നിലനിൽക്കില്ലല്ലോ. ആ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കേണ്ടത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ? ഈ സമഗ്രമായ അന്വേഷണം ഏത് ഏജൻസി വേണം അന്വേഷിക്കട്ടെ, അതിന് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അതിനെ ഇങ്ങനെ വക്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള ലൈനിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അത് അവരുദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. അത് വരുമ്പോൾ അതിൻ്റെ നിയമപരമായ മറുവശവും കൂടെ സാധ്യതകൾ എന്താണെന്നുള്ള എന്റെ ഒരു ധാരണ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ശ്രീജയേന്ദ്രൻ, ഇതിൽ വക്കീൽ ബുദ്ധി എന്നതിനപ്പുറം ആ കുടുംബത്തിന് നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നതിലല്ലേ കൂടുതൽ ഊന്നേണ്ടത്? നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല. അവർ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടില്ല. കുടുംബത്തിന്റെ ഒരു പ്രതിനിധി അവിടെ വേണമെന്നുള്ള ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ആദ്യം മുതലേയുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട്. ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് മൃതദേഹ പരിശോധനയാണ്, ശവപരിശോധന. അതാണല്ലോ ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത്. അത് ബന്ധുക്കളുടെ ആവണം, അതല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയും ആകാം. അപ്പോൾ അവരുടെ സമ്മതം ഈ ടെലിഫോൺ വഴി കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ, അറിവ് അങ്ങനെയാണ്. ഞാൻ നേരത്തെ റിപ്പോർട്ടിൽ തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. അവർ ടെലിഫോണിലൂടെ ആ അറിയിപ്പ് നൽകി, ആ അനുവാദം നൽകിയിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തെറ്റാണെങ്കിൽ അത് പിന്നീട് അതിൻ്റെ നിയമപരമായ വഴിക്ക് പോയിക്കോട്ടെ, അതിലൊന്നും നമുക്കൊരു തെറ്റുമില്ല. അവരുടെ ബന്ധുക്കളുടെ അനുവാദം വാങ്ങിയിട്ട് തന്നെ ഇൻക്വസ്റ്റ് നടത്താൻ കഴിയും നിയമപ്രകാരം. അങ്ങനെയല്ല നടത്തിയിട്ടുള്ളതെങ്കിൽ ആ കേസ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമായ മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യും. നിയമപരമായി അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇൻക്വസ്റ്റ് അവരുടെ അനുവാദം വാങ്ങിക്കാനാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അത് ഗൗരവമായ മറ്റൊരു തലത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവിൽ അത് ഈ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കുമല്ലോ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ പോസ്റ്റ്മോർട്ടത്തിനടുത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അവരുടെ കയ്യിലുമുണ്ട്, നമുക്ക് എല്ലാവർക്കും ലഭ്യവുമാണത്. അതിലെങ്ങനെയാണ് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്തൊക്കെ എന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ സംശയമുണ്ടെങ്കിൽ ഏത് ഏജൻസിയുടെ അന്വേഷണവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ആവശ്യപ്പെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യ അവകാശവും അധികാരമുണ്ട്. അതിനൊന്നും ഒരു തർക്കവും ആർക്കുമില്ല. ഞാനും അതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കോടതി ചെല്ലുമ്പോൾ ആദ്യം കോടതി ചെയ്യുന്നത് എന്താണ്? ഹൈക്കോടതി ചെയ്യുന്നത് എന്തായിരിക്കും?
സർക്കാരിനോട് ഈ അന്വേഷണ പുരോഗതി എന്താണെന്നുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടും. ആദ്യം അതാണല്ലോ ചെയ്യുക. അപ്പോൾ സർക്കാർ ഇപ്പം ഇന്ന് വരെയുള്ളതാണെങ്കിൽ ഇന്ന് വരെ ഉള്ള റിപ്പോർട്ട് സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥമാകും. അപ്പോൾ ആ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് CBI അന്വേഷണത്തെ പറ്റി എന്താണ് സർക്കാരിൻ്റെ അഭിപ്രായം എന്ന് അടുത്ത ഘട്ടത്തിലാണല്ലോ ചോദിക്കുക. ആ ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കാണല്ലോ സർക്കാർ അഭിപ്രായം പറയേണ്ടത്. എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് സിദ്ധാർത്ഥൻ്റെ കേസിൽ സിദ്ധാർത്ഥൻ്റെ പിതാവാണല്ലോ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കുന്നത്. മുഖ്യമന്ത്രി അപ്പം തന്നെ അത് അക്നോളജ് ചെയ്യുന്നു, അത് അപ്രൂവ് ചെയ്യുന്നു. അതാണ് കാണുന്നത്. CBI അന്വേഷണത്തിന് വേണ്ടി പിന്നെ അത് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അവർ പിന്നെ റവന്യൂ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റേതെങ്കിലും തരത്തിലോ സമീപിച്ചിട്ടുള്ളതായിട്ട് നമ്മളുടെ അറിവിൽ ഇതുവരെ ഇല്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്ക് തിട്ടവുമില്ല കേട്ടോ. ഞാൻ പൊതുവായിട്ടുള്ള ഒരു അറിവ് പറഞ്ഞതാണ്. അങ്ങനെ അവർ ആ രൂപത്തിൽ അങ്ങനെ പിന്നെ നമ്മുടെ സർക്കാർ എന്നുള്ള നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളതായിട്ട് അറിവിലില്ല. അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആദ്യം അന്വേഷണ പുരോഗതി എന്തായെന്നുള്ള കോടതിയിൽ സർക്കാർ പറയേണ്ടി വരും. അതായിരിക്കും ഇനി സംഭവിക്കുക. ഏതായാലും ഏതന്വേഷണവും അവർക്ക് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നതെന്നോ മന്ദഗതിയിലാണ് പോകുന്നതെന്നോ തോന്നൽ ഉണ്ടെങ്കിൽ പോലും ആ അന്വേഷണം കുറച്ചുകൂടെ സ്പീഡിയാക്കണം എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതിനൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കേണ്ടത്. അതിൽ മറ്റൊരു അഭിപ്രായം ഇല്ല. സ്മൃതി, ശരി. CK നജാഫിലേക്കും ഷാജി രാഘവനിലേക്കും വരാം. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരാം. CK നജാഫിലേക്ക്. നജാഫ്, ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പോൾ പോലീസ് അന്വേഷണം എത്രത്തോളം വേഗത്തിൽ പോകുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ ചർച്ചയിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് മഞ്ജുഷ നൽകിയ റിട്ട് പെറ്റീഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായാൽ ഈ ചർച്ചയിൽ കൃത്യമായി അതിൻ്റെ പോസിറ്റീവ് ഉൾക്കൊള്ളില്ല എന്ന് തോന്നുന്നു. പ്രധാനമായി കണ്ണൂരിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടത് കലക്ടറും ദിവ്യയും തമ്മിലുണ്ടായ കോണ്ടാക്ട് ഡാറ്റകൾ അത് കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരാവശ്യം കൃത്യമായി ആദ്യം ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അതിന് പുറമെ CCTV ഫൂട്ടേജുകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇത് രണ്ടിൻ്റെയും വിധി പറയാൻ വേണ്ടി ഡിസംബർ 3-ാം തീയതി കോടതി വെച്ച ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഇതുപോലൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. എന്താണ് പ്രധാനമായി ഇങ്ങനൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കാൻ കാരണം? നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഏറ്റവും ബേസിക്കായ ഒരു കാര്യം, ഇതിൻ്റെ തുടക്കഘട്ടത്തിൽ ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗണുകളിൽ നടന്ന പ്രതിഷേധങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ആദ്യം തന്നെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് നമ്മളൊക്കെ ഇപ്പോഴും സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ഈ അന്വേഷണങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ചോദ്യചിഹ്നം ഉയർത്തുന്ന പ്രശാന്ത് വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. എന്നാൽ ഇതിൽ ആരോപണ വിധേയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന സ്ഥലം അതും ഈ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏത് മൂവ്മെൻറ്റ് നടത്തുമ്പോഴും അവരുടെ പാർട്ടി ബന്ധുക്കളുടെ പാർട്ടി ഇടപെടലുകൾ, പാർട്ടി ഗുണ്ടകളുടെ ഫോളോ അപ്പുകൾ ഉണ്ടാവും, ഇടപെടലുണ്ടാവും എന്ന് കൃത്യമായി അന്നു തന്നെ കോൺഗ്രസിൻ്റെ സമരങ്ങളുണ്ടായിരുന്നു, ലീഗിൻ്റെ സമരങ്ങളുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും പറഞ്ഞിരുന്നു. ഇതിൽ സത്യം പുറത്തു വരാതിരിക്കാനുള്ള ആദ്യത്തെ മൂവ്മെൻറ്റായി സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അവിടെയാണ്. അവിടെ നിന്നാണ് കുടുംബം സംശയിച്ചതുപോലെ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യപ്പെടുന്ന ഘട്ടമുണ്ടാവുന്നത്, അതിന് നിർബന്ധിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. അവിടം തൊട്ട് സംശയം ആരംഭിക്കുന്നു. എന്നാൽ അതിന് മുമ്പ് നമുക്കൊക്കെ അറിയാം, BNSS നിയമപ്രകാരം നമ്മളൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ നടന്ന സംഭവം നടന്ന സ്ഥലത്തേക്ക് പോലീസ് കയറുമ്പോൾ പുതിയ നിയമപ്രകാരം ഫോളോ അപ്പ് ചെയ്ത സിസ്റ്റമാണ് പോകുന്ന ഇടങ്ങളിലൊക്കെ റെക്കോർഡിംഗ് സിസ്റ്റം ഉണ്ടാവുക എന്നത്. ആദ്യമായി ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോലീസ് പോകുമ്പോൾ കൃത്യമായി അവിടത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ക്യാമറ ഉണ്ടായിരുന്നോ, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നോ എന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. അവിടെ ഇത്രയൊക്കെ നമുക്കറിയാം, ഒരു ജില്ല ഭരിക്കുന്ന ഒരാളെന്ന നിലക്ക് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ അതിന് മറുപടി പറയാൻ മടിയില്ലാതെ ജില്ലാ കലക്ടറുടെ മുന്നിൽ വെച്ച് എനിക്ക് നേരെ ഉണ്ടായ ആരോപണത്തിന് മറുപടി പറഞ്ഞ ഒരാൾ ഏതെങ്കിലും ഒരു കത്തെഴുതാതെ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അത് റെപ്രസെൻ്റ് ചെയ്യാതെ, വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇത്തരം സംശയങ്ങൾ കുടുംബത്തിന് മുമ്പിലുണ്ട്. അവിടെ കത്തില്ല. എന്നാൽ കുടുംബത്തിൻ്റെ അംഗീകാരം നൽകാതെ അല്ലെങ്കിൽ കുടുംബം എത്തുന്നതിന് മുമ്പേ നിർബന്ധപൂർവം എല്ലാ ആളുകളും പറഞ്ഞപ്പോൾ എവിടെ കൊണ്ടുപോയി ഈ വിചാരണ നടത്തി ഈ രൂപത്തിൽ നമ്മളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാൻ ശ്രമിച്ചപ്പോൾ ഒക്കെയും തള്ളി മാറ്റി.
കൃത്യമായി പ്ലാൻ നടപ്പിലാക്കി എന്ന ചിന്ത സ്വാഭാവികമായി കുടുംബത്തിന് മാത്രമല്ല ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കുള്ള ചിന്തയാണ്. ഇനി അതിനപ്പുറത്ത് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ കോടതിക്ക് മുമ്പിലേക്ക് പോലീസിൻ്റെ ഇടപെടലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മഞ്ജുഷയുടെ ഭാഗമായി നിന്നുകൊണ്ട് വക്കീൽ പറഞ്ഞ ഒരു കാര്യം, ദിവ്യയെ കാണാതെ മുങ്ങി നടക്കുന്നത് പോലീസാണെന്നാണ് പ്രധാനമായി ഉന്നയിച്ച ഒരു വാദം അതുതന്നെയാണ്. അങ്ങനെ നിൽക്കുന്ന, പോലീസ് മടിച്ചു നിൽക്കുന്ന, പോലീസ് കാണാതിരിക്കുന്ന, പോലീസ് അന്വേഷണം നടത്താത്ത ഒരുപാട് മേഖലകളുണ്ട്. പ്രധാനമായ ഒന്ന്, ഈ സമയമായിട്ടും സ്പെഷ്യൽ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചുമതല നൽകിയിട്ടും ഈ കലക്ടറും ഈ ദിവ്യയും തമ്മിലുള്ള കോൺടാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോ? ഇനി പോട്ടെ, ഈ നിരന്തരമായി പോലീസ് ആവശ്യാനുസരണം ദിവ്യയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദിവ്യ പോകുന്നിടമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇടപെട്ടല്ലോ. എന്നാൽ അതേ പോലീസ് ഇതിൽ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ കലക്ടറുടെ മൊഴി 2 ഘട്ടങ്ങളിൽ 2ആയി പറഞ്ഞു എന്ന് സംശയിക്കുന്ന മൊഴി. ആ മൊഴിയുടെ വസ്തുത എന്താണെന്ന് പോലീസ് പറയാൻ തയ്യാറായോ? ഇല്ല. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അന്വേഷണങ്ങളിൽ എത്തി നിൽക്കുന്ന ഭാഗം, ഇനി അതിൻ്റെ തുടരന്വേഷണങ്ങൾ എത്തിയത് എവിടെയാണ്, ഇതൊന്നും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ കേസിൽ നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കള്ളപ്പരാതി അയച്ചു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയത്തിൻ്റെ പിറകിലാരെന്ന് അന്വേഷിക്കാത്ത കേസിൽ അങ്ങനെ ഒരുപിടി വിഷയങ്ങൾക്ക് സത്യം തിരിച്ചറിയാത്ത ഒരു ഘട്ടത്തിൽ ഈ കുടുംബം സംശയിക്കുന്നതിൽ ഒരു കാര്യത്തിൽ നമുക്ക് തള്ളി പറയാൻ കഴിയില്ല. ഈ കുടുംബം കൃത്യമായി സംശയിക്കുന്നത് ഫാക്റ്റാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. ഇനി കോൺസ്പിറസി, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയുന്നത് പോലെ തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്? ഇതിൻ്റെ തുടക്കത്തിൽ കത്ത് നമ്മൾ വ്യാജമായി ഉണ്ടാക്കിയതാണ് നമുക്കറിയാം. പ്രശാന്തിൻ്റെ വീഡിയോ, വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ വീഡിയോ വിവിധങ്ങളായ ന്യായങ്ങളാണ് പറഞ്ഞത് നമുക്കറിയാം. ഇതിൻ്റെ പിറകിലൊക്കെ ആരാണ് ഇടപെട്ടതെന്ന് അന്വേഷിച്ച് പുറത്തു വരണ്ടേ? അങ്ങനെയൊക്കെയും കൃത്യമായി ഇത് മറച്ചു വെക്കാൻ ആരോ ആസൂത്രിതമായി നടത്തുന്നു എന്നത് നിരന്തരമായി കുടുംബത്തിന് വാദമുണ്ടായിരുന്നു. എന്നാൽ അത് പറഞ്ഞില്ല. ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴും കുടുംബം അന്വേഷണത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയി. തെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു. ഞാൻ പറയുന്നത് CPMകാരോടാണ്, ഈ സർക്കാരിനോടാണ്. ആ കുടുംബം ഇപ്പോഴും നിങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രതിസന്ധി ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ സത്യം അറിയാൻ, ഇനിയെങ്കിലും സത്യം പുറത്തു വരാൻ അവരുടെ ആശങ്കകൾ കോടതിക്ക് മുമ്പിൽ പറഞ്ഞു. ഇനിയെങ്കിലും അവർ ആ ആശങ്ക അംഗീകരിച്ചുകൊണ്ട് കോടതി അതിന് അനുകൂലമാവുന്ന രൂപത്തിലേക്ക് നടപടിയെടുക്കാനുള്ള ഭാഗമായി സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവണം. അവരുടെ എല്ലാ ആശങ്കയും 100% അംഗീകരിക്കുന്ന രൂപത്തിലാണ് ഈ ജില്ലയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടന്നത് എന്നത് വ്യക്തമാണ്. അതിൻ്റെ പിറകിൽ അവരുടെ കൂടെ ഒരുമിച്ച് നിൽക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം. പക്ഷേ ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് കണ്ടല്ലോ, ഇതിപ്പോൾ ഒരു കൊലപാതകമാണ്, കെട്ടിത്തൂക്കിയതാണ് എന്നൊരു ആരോപണത്തിലേക്ക് കുടുംബം പോകുമ്പോൾ അതിൽ രക്ഷപ്പെടുക ദിവ്യ ആയിരിക്കും എന്നൊരു നിരീക്ഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് ആരോപണം ചെല്ലുമ്പോൾ ദിവ്യ ക്വാഷ് ചെയ്യാൻ ഹർജി നൽകും. ആ തരത്തിലേക്ക് പോകുമ്പോൾ ദിവ്യയ്ക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് ലഭിക്കും എന്നുള്ള നിരീക്ഷണത്തെ എങ്ങനെയാണ് രീതി കാണുന്നത്? അവരുടെ ആവശ്യമെന്നത് ഇതിൻ്റെ സത്യം എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇന്ന കാരണങ്ങളാൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ ഇവർ ഉന്നത ബന്ധമുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയാൽ അത് വിശ്വാസയോഗ്യമാവില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇതിൻ്റെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കലക്ടറുടെ ഇടപെടൽ, ദിവ്യയുടെ ഇടപെടൽ, അവർക്കിടയിലുള്ള അന്വേഷണങ്ങൾ, ഇതൊന്നും മുന്നോട്ട് പോയില്ല. ഇത്തരം കാര്യങ്ങളാൽ ഇതിൻ്റെ സത്യം എന്നത് ഞങ്ങൾക്കറിയില്ല. ഇനി കൊലപാതകമാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. സത്യം ഞങ്ങൾക്കറിയണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി വരണം. അതൊരു കുടുംബത്തിന് സ്വാഭാവികമായ അവരുടെ ആശങ്കയല്ലേ? ആ ആശങ്ക ബേസ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണം നടക്കട്ടെ. അതിനാർക്കാണ് തടസ്സം? ഇനി എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ വാദം കുടുംബം ഉന്നയിക്കുന്നതെന്ന ആശയം വരുമ്പോൾ ഇന്നയാൾ തന്നെ പ്രതിയാവണമെന്നതല്ല, സത്യം പുറത്തു വരണമെന്ന കൃത്യമായ ഇടപെടലാണ്. അതിന് ഒരു കാര്യം ഞാൻ ഉന്നയിക്കാം. ഇദ്ദേഹത്തിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പോർട്ട്ഫോളിയോയുടെ അടിയിലല്ലാത്ത ഒരു മാറ്ററിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിന്യൂസായി ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് അത് നടക്കാത്തത് കൊണ്ട് അദ്ദേഹം പിരിഞ്ഞു പോകുന്ന ഒരു ചടങ്ങിൽ വന്നിട്ട് അദ്ദേഹത്തെ അപഹസിച്ച് സംസാരിച്ച് അതിൻ്റെ വീഡിയോ പത്തനംതിട്ടയിൽ അയച്ചു കൊടുക്കുക. ഇൻറ്റൻഷൻ സംശയാസ്പദമാണെന്നാണ് ഞങ്ങളുടെ വാദം. അതിപ്പോഴും അത് പറയുന്നു. ഇനി ഇതിൻ്റെ പിന്നിൽ ഈ ഒരാൾ ആത്മഹത്യ ചെയ്ത് പോകണമെങ്കിൽ ഈ മനുഷ്യൻ ഒരു കത്തെങ്കിലും എഴുതി വെക്കാതെ ആത്മഹത്യ ചെയ്യില്ലെന്ന വാദമുണ്ട്. അങ്ങനെയും ഒരു വാദം ഉയർത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിറകിൽ ഇപ്പോൾ പ്രതി പട്ടികയിലുള്ള ആൾ തന്നെയാണോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരുപാട് മേഖലകളുണ്ട്. പ്രിയപ്പെട്ട സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായ ഗൂഢാലോചന, അതിൻ്റെ കത്ത്, അതിൻ്റെ സത്യം എവിടെ?
അതൊന്നും പുറത്തു വന്നില്ലല്ലോ. അങ്ങനെ പുറത്തു വരാത്ത ഒരുപാട് വിഷയങ്ങൾ, ഡസൻ കണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിൽ സത്യം പുറത്തു വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മഞ്ജുഷയുടെ വാദം അംഗീകരിക്കപ്പെടേണ്ടതാണ്. പൂർണ്ണമായി അതിൻ്റെ സത്യം അന്വേഷിച്ച് കൊണ്ടുവരാൻ ഒരു കേന്ദ്ര ഏജൻസി വരിക എന്ന ആവശ്യം കൃത്യമായി അംഗീകരിച്ചു കൊടുക്കേണ്ടതെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ശ്രീ ഷാജി രാഘവൻ, BJP എങ്ങനെയാണ് കാണുന്നത്? അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഈ യാത്രയയപ്പ് ചടങ്ങിലെ പ്രതികരണം, അതേ തുടർന്നുള്ള നവീൻ ബാബുവിൻ്റെ മരണം, അതിലേക്ക് മാത്രമായിട്ടത് ചുരുക്കിയിട്ടുണ്ട്. അപ്പുറത്ത് ഈ അഴിമതി ആരോപണം ഉന്നയിച്ച, കൈക്കൂലി കൊടുത്തു എന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനിലേക്ക് അന്വേഷണം പോകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും നടന്നിട്ടുണ്ട്. പ്രതി ചേർത്തിട്ടില്ല. ആ വ്യാജ കത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമില്ല. അപ്പോൾ CBI അന്വേഷണം എന്നുള്ളത് അവർക്ക് കൃത്യമായും അവർ ഈ സംശയകരമായ സാഹചര്യത്തിൽ തന്നെ ഉന്നയിച്ചൊരു കാര്യമല്ലേ? നേരത്തെ ഇപ്പോൾ നജാഫ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അവരെ കാത്തിരുന്നു എന്നുള്ളതും പാർട്ടിയുമായുള്ള ബന്ധം കണക്കിലെടുത്ത് കാണിച്ചൊരു മര്യാദയായി കാണുന്നു. നോക്കൂ സ്മൃതി, ഇവിടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നവീൻ ബാബു ബാക്കി നിർത്തിപ്പോയ കുടുംബത്തോട് കൊടും ചതിയാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ശ്രീ ഗോവിന്ദമാഷ് നേതൃത്വം കൊടുക്കുന്ന CPM നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് കൊടും ചതിയാണ്. പത്തനംതിട്ട CPM ജില്ലാ നേതൃത്വം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്ന കൊടും ചതിയാണ്. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ രാജൻ CPI നേതൃത്വം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് ചെയ്തിരിക്കുന്നത് കൊടും ചതിയാണ്. ഞാനിത് പറയാൻ കാരണം, നവീൻ ബാബു മരണപ്പെട്ട നാളുകളിൽ ആ വീടുകൾ സന്ദർശിച്ചുകൊണ്ട്, നവീൻ ബാബുവിൻ്റെ വീട് സന്ദർശിച്ചുകൊണ്ട്, അതേപോലെ തന്നെ അവിടെ തമ്പടിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ അവിടെ തമ്പടിച്ചുകൊണ്ട്, അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ തന്നെ. അന്ന് കേരളം ഇത് കണ്ടതാണ്. സത്യത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. പിണറായി വിജയൻ്റെ പോലീസ് ഇത് അന്വേഷിച്ചാൽ നേര് തെളിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുക. ഇതൊരു നിസ്സാര കാര്യമല്ല. ഞങ്ങളിത് അന്നേ സൂചിപ്പിച്ചിരുന്നു. ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇന്നിപ്പോൾ സ്മൃതി തന്നെ പറഞ്ഞു, ഇവിടെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലൈസൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര്, പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് പറഞ്ഞു. പ്രശാന്ത് ഒരു പരാതി കൊടുത്തത് നമുക്കറിയാം. അവിടേക്കൊന്നും ഒരു അന്വേഷണം പോയിട്ടില്ല. അതേപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇതിൻ്റെ പ്രതിസ്ഥാനത്തെന്ന് അവർക്ക് കൃത്യമായി അവർ സംശയിക്കുന്ന, വ്യക്തമായി അവർ സംശയിക്കുന്ന, ഇത് ജില്ലാ കളക്ടറും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവരുടെ ഫോൺ ഡാറ്റ ഉൾപ്പെടെ എന്തെങ്കിലും ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നാളിതുവരെ ചെയ്തതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഇരയോടൊപ്പം നിൽക്കുകയും മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സമീപനം, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൂച്ച് പുറത്തു വരുമെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ നോക്കൂ, എന്തുകൊണ്ടാണ് ഇവർക്ക് കോടതിയിൽ പോകേണ്ടി വന്നത്? വളരെ കൃത്യമായി അവർക്ക് ബോധ്യം വന്നിരിക്കുന്നത് ഈ പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ളത് കൊണ്ടാണ്. സ്മൃതി, ഇതൊരു ഗവൺമെൻറ് സ്പോൺസേഡ് കൊലപാതകമാണ്. ജയചന്ദ്ര സാറ് ഇത് കൊലപാതകം എന്നുള്ള നിലക്ക്, ഇത് ആത്മഹത്യയല്ല, അല്ലെ ഇത് കൊലപാതകമാണെന്നുള്ള നിലക്കൊക്കെ ചിത്രീകരിച്ചാൽ കേസ് സ്ക്വാഷ് ചെയ്യപ്പെട്ടു പോകും, കേസിൻ്റെ ദുർബലമായി പോകുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സാർ, അത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കും, അതുകൊണ്ടാണ് അവർ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അവരുടെ ആവശ്യത്തിന് ഒരു സത്യസന്ധതയില്ലേ? എന്തേ ഇത് CPMന് മനസ്സിലാകാതെ പോകുന്നത്? എന്തേ ഗവൺമെൻറ്റിന് മനസ്സിലാകാതെ പോകുന്നത്? ഒറ്റക്കാര്യമേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതിൻ്റെ കൃത്യമായ അന്വേഷണം നടന്നാൽ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായി കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള വലിയ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ ലോബിയുണ്ട്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സമുന്നതരായ ആൾക്കാരുണ്ട്. ഈ പെട്രോൾ പമ്പ് ഉൾപ്പെടെ ബിനാമി ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളുടെ നിരവധി കഥകൾ പുറത്തു വരും. അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം. പതിറ്റാണ്ടുകളായി അതിൻ്റെ സർവീസ് സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ് ശ്രീ നവീൻ ബാബു. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുന്ന നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി ഭാര്യ,
അവരിപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ ഇടതുപക്ഷ സർവീസ് സംഘടനകളിലെ പ്രമുഖ പ്രവർത്തകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പോലും പതിറ്റാണ്ടുകളായി CPM-ൻ്റെ ഭാഗമായി നിന്ന് ജീവിച്ച് പ്രവർത്തിക്കുന്ന ആ കുടുംബത്തിന് പോലും കേരളത്തിൻ്റെ മണ്ണിൽ ന്യായമായ നീതി ലഭിക്കുന്നില്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമെന്നുള്ള കാര്യത്തിൽ ഇതിനപ്പുറത്ത് വേറെന്താ വ്യാഖ്യാനം വേണ്ടത്? അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ സത്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു മാന്യത, നവീൻ ബാബുവിൻ്റെ മരണത്തോട് ഒരു മാന്യത പുലർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തോട് നീതി പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇനിയെങ്കിലും കോടതി വരാതെ കയറ്റി ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ സംസ്ഥാന ഗവൺമെൻറ് പരിശ്രമിക്കണം. കാരണം നമുക്കറിയാം, CBI അന്വേഷിക്കണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ സംസ്ഥാന ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ കോടതി ഉത്തരവുണ്ടാവണം. എന്തിനാണ് ഈ കുടുംബത്തെ കോടതിയിൽ കയറ്റി ഇറക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൊലപാതകത്തിൽ സത്യസന്ധമായി അന്വേഷണം നടന്നാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആഭ്യന്തര വകുപ്പിന് ബോധ്യമുണ്ടെങ്കിൽ, കണ്ണൂരെ CPM-ന് ബോധ്യമുണ്ടെങ്കിൽ, സംസ്ഥാനത്തെ CPM നേതൃത്വത്തിന് ബോധ്യമുണ്ടെങ്കിൽ, CPI-യുടെ മന്ത്രി ശ്രീ രാജിന് ബോധ്യമുണ്ടെങ്കിൽ, എന്തേ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഗവൺമെൻറ് എന്തായാലും ഈ കുടുംബം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ച ഈ ഘട്ടത്തിലെങ്കിലും CBI അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെൻറ് തന്നെ തീരുമാനിക്കണം. ഇതാണ് BJPക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ശരി, ഞാൻ ശ്രീ ജയേന്ദ്രനിലേക്കും അതോടൊപ്പം തന്നെ CPI-യുടെ പ്രതിനിധി കുടുംബത്തിൻ്റെ ഉറ്റ സുഹൃത്തുമായ മലയാളപ്പുഴ ശശിയിലേക്കും മണിയത്തം ചർച്ചയിലേക്ക്. ശ്രീ M. ജയേന്ദ്രൻ, കൂടെയുണ്ട് എന്ന CPM-ന്റെ പ്രതികരണത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളല്ലേ ആ കുടുംബത്തെ സംബന്ധിച്ചുള്ളത്? ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ കുടുംബത്തിൽ പോയി സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു പറയുന്നു. പക്ഷേ PP ദിവ്യയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്രത്തോളം വൈകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഒളിവിലാണ് എന്ന് പോലീസ് പറയുകയും പിന്നീട് പോലീസ് ജീപ്പിലേക്ക് ദിവ്യ വന്ന് കയറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയതും ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വളരെ വേഗം മാറ്റിയത് ശരി തന്നെ. അതിനുശേഷം ഈ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള വിലയിരുത്തലിന് ശേഷം മാത്രം വന്ന നടപടിയാണ്. അതിനുശേഷം MV ജയരാജൻ പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗവും നമ്മുടെ മുന്നിലുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് പറയുമ്പോൾ ആ പ്രസംഗം നവീൻ ബാബുവിനെ പ്രതിക്കൂട്ടിൽ നിർത്താം, വേണമെങ്കിൽ നവീൻ ബാബുവിനെയും സംശയിക്കാം എന്ന രൂപത്തിലായിരുന്നു. അപ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ പാർട്ടി ഒപ്പമുണ്ട് എന്ന തോന്നലില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ആ കുടുംബം ഏതായാലും സ്മൃതി ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. പാർട്ടിയും ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരെ സഹായിക്കുന്നില്ലെന്നോ അതിലവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എന്ന നിലയ്ക്കോ അല്ലല്ലോ അവരുടെ നിലപാടുകൾ. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ കേസിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിൽ കുറ്റാരോപിതരെ സഹായിക്കുന്ന ഒരു നിലപാടും പാർട്ടിയും പിന്നെ LDF-ലെ ഘടകകക്ഷികളോ സ്വീകരിച്ചിട്ടുമില്ല. ഓരോ ഘട്ടങ്ങളിലായി അതിന്റെ നടപടികൾ നിയമാനുസൃതം പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അല്ല, പ്രശാന്തിന്റെ കാര്യത്തിലും കലക്ടറുടെ കാര്യത്തിലും എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ എടുത്ത നടപടികൾ സുതാര്യമാണ് എന്ന കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനതാണ് പറഞ്ഞത്. ഈ പിന്നെ CBI അന്വേഷണത്തിന് പോയി നജാഫ് പറഞ്ഞതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ട സാഹചര്യം ജയചന്ദ്രൻ അന്വേഷണവും തുടരന്വേഷണവും അല്ല ഞാൻ പറയാമെന്നേ പ്ലീസ് ഞാൻ സംസാരിക്കട്ടെ. പിന്നെ ഇതിൽ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞത്, ഈ അന്വേഷണവും തുടരന്വേഷണവും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നില്ല. അങ്ങനെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയല്ലോ ഇത്തരം കാര്യങ്ങളിൽ എക്കാലവും പോലീസിന്റെ അന്വേഷണ ഏജൻസികളുടെ, കേരള പോലീസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ അവരവരുടെ അന്വേഷണ രീതികൾ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടാണോ ചെയ്യാറുള്ളത്? CBI അന്വേഷണത്തിന് പോകുന്നത് എന്താണെന്നാണല്ലോ ഇപ്പോൾ താങ്കൾ ചോദിച്ചത്. CBI അന്വേഷണം വേണമെന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ കാരണം സ്വാഭാവികമായും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നിലവിലുള്ള അന്വേഷണത്തിൽ അപര്യാപ്തതകളുണ്ട്, പോരായ്മകളുണ്ട് എന്ന് അവർക്ക് തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. അത് ചെല്ലുമ്പോൾ ഹൈക്കോടതി എന്താണ് ഇനി പറയുക? സ്വാഭാവികമായും പറയുക അന്വേഷണ പുരോഗതി എന്താണെന്ന് റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടും. സർക്കാർ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമാണ് പിന്നീടാണ് ഹൈക്കോടതി ചോദിക്കുക ഇക്കാര്യത്തിൽ അവരുടെ ആവശ്യം CBI അന്വേഷണം വേണമെന്നതാണ്, സർക്കാരിന്റെ നിലപാട് എന്താണ്? അപ്പോഴാണ് സർക്കാർ മറുപടി പറയേണ്ടത്. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ഏജൻസിയുടെ അന്വേഷണത്തിനും സർക്കാർ എതിരല്ല, എതിരാവേണ്ട കാര്യവുമില്ല.
ഇവിടെയും ഇല്ല, ഇക്കാര്യത്തിലില്ല, ഒരു കാരണവശാലും ഇല്ല. അവർക്കതാണ് താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യം അതാണെങ്കിൽ ആ വഴിക്ക് തന്നെ സർക്കാർ നീങ്ങും. പിന്നെ പ്രിയപ്പെട്ട ഷാജി ചോദിച്ചു, ഇതിൻ്റെ അകത്ത് എല്ലാവരും ചതിച്ചു, വഞ്ചിച്ചു, CPIയുടെ റവന്യൂ മന്ത്രി രാജനടക്കം വഞ്ചിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ പ്രിയപ്പെട്ട ഷാജി രാഘവൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹം അവിടെ ചെന്നു, ഗവർണർ. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ കമ്മീഷനെ വെച്ചല്ലോ. ഇവിടെയും മലയാളപ്പുഴയിലും വന്നല്ലോ ഗവർണർ, അദ്ദേഹം കമ്മീഷനൊന്നും വെച്ചില്ല. നിങ്ങളാരെങ്കിലും BJPയുടെ ആരെങ്കിലും, അദ്ദേഹം പ്രസിഡന്റിന്റെ നോമിനിയാണല്ലോ കേരളത്തിൽ വരുന്നത്, നിങ്ങളാരെങ്കിലും ഗവർണറെ സമീപിച്ചോ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അന്വേഷണം പ്രഹസനമാണ് അല്ലെങ്കിൽ അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങളാരെങ്കിലും ശ്രമിച്ചോ? എൻ്റെ അറിവിലില്ല ഇതുവരെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഗവർണർ എന്തെങ്കിലും അക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ടും പൊതുസമൂഹം കേട്ടിട്ടുള്ളതായിട്ടും അതും എന്റെ അറിവിലില്ല. ഗവർണർ ആ കുടുംബത്തെ സന്ദർശിക്കുന്ന സമയത്തൊന്നും പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കുടുംബം പരാതി പറയുന്നില്ല. കാരണം പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഘട്ടത്തിലും എന്നുള്ളതാണ്. ആ പ്രതീക്ഷ നശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ എന്നാണ് ആ കുടുംബത്തിന് സംശയിക്കുന്നത്. താങ്കൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ പ്രശാന്തനിലേക്കും കളക്ടറിലേക്കും ഒക്കെ ഒരു അന്വേഷണവും പോയിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ശ്രീ ജയേന്ദ്രൻ? കുറഞ്ഞ പക്ഷം ഈ പൊതുസമൂഹത്തെ വേണ്ട, കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ പറ്റണ്ടേ? അല്ല, എന്റെ ധാരണ അങ്ങനെ അല്ല സ്മൃതി. ഒരന്വേഷണത്തിലും പ്രശാന്തനെ അന്വേഷിച്ചിട്ടില്ല, കളക്ടറെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള ധാരണയല്ല എനിക്കുള്ളത്. എന്നെ സംബന്ധിച്ചോളം ഇവരുടെ എല്ലാം മൊഴി കൃത്യമായിട്ട് SIT എടുത്തിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറയുന്നത് പോലെ അല്ല ഞാൻ കരുതുന്ന അക്കാര്യത്തിൽ. അവരുടെ മൊഴി എടുത്തിട്ട് കൃത്യമായി എടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. രണ്ട് തരം ഒപ്പുള്ള കത്തിലേക്ക് പോയോ? തനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞതിൽ എന്ത് അന്വേഷണവും എന്ത് നിലപാടുമാണ് അന്വേഷണ സംഘം എടുത്തിട്ടുള്ളത്? അല്ല, അത് അവരുടെ അന്വേഷണത്തിന് റിപ്പോർട്ടാണ് സമർപ്പിക്കുക. അയാൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് 2 ഒപ്പുണ്ട് എന്നൊരാൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ടിൽ സമർപ്പിക്കുക. അല്ലാതെ ഉടനെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പൊതുജനങ്ങളോടും പൊതുസമൂഹത്തിനോടും പറയുകയല്ലോ നടപടി. അക്കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണം പോകുന്നുണ്ട് സ്മൃതി. ഇല്ലാന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അന്വേഷണം പോകുന്നുണ്ട്, അതിൻ്റെതായ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ അത് കുടുംബത്തിന് അത് പര്യാപ്തമല്ല, ആ അന്വേഷണത്തിൽ ദിശ പര്യാപ്തമല്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ മറ്റേത് അന്വേഷണത്തിലും പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരുടെ കൂടെ കേരളീയ പൊതുസമൂഹവും സർക്കാരും നിൽക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. അല്ല, സർക്കാർ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഈ ആരോപണം ഉന്നയിക്കുന്ന കുടുംബത്തെ കുറ്റപ്പെടുത്തിയ ഒരു പ്രതികരണവുമില്ല. കാരണം അതൊരു പാർട്ടി കുടുംബമാണ്. അപ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ് എന്ന് പുറമേ പറയുക, പക്ഷേ അവരെ നവീൻ ബാബുവിനെ പ്രതിക്കൂട്ടിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ അവിടെയും ഇവിടെയും എന്ന രൂപത്തിൽ വരിക. ഇവിടെ PP ദിവ്യയുടെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് പോവുക. അപ്പുറത്ത് MV ഗോവിന്ദന്റെ ഭാര്യ ജയിലിൽ നിന്നിറങ്ങുന്ന ദിവ്യയെ സ്വീകരിക്കാൻ പോവുക. അപ്പോൾ ഇതിൽ അവർക്ക് സംശയം തോന്നുക സ്വാഭാവികമല്ലേ? അല്ലത് അവർക്ക് സംശയം തോന്നുന്നതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അത്തരം കാര്യങ്ങളിൽ അവർക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്കുള്ള എതിർപ്പുകൾ, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാം. അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല സ്മൃതി. അതൊക്കെ നമ്മളെന്തിനാണ് നിഷേധിക്കുന്നതെന്ന്. അവർക്ക് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന്, മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിന് പോകാൻ അവകാശമുണ്ട്. പക്ഷെ നോക്കൂ, ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതല്ല. ഇവിടെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം കേസുകൾ CBI ഏറ്റെടുത്ത, ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പ്രധാനമായിട്ടും, അടിസ്ഥാനപരമായി അങ്ങനെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കൊലപാതകം സംശയിക്കുന്നതായി അവർ പറയുന്നുണ്ട്. സ്മൃതിയാണ് പറഞ്ഞത്, ഞാനത് പരാതി വായിച്ചിട്ടെന്ന് അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു കേട്ടോ. അങ്ങനെ ഒരു കേസ് അബറ്റഡ് സൂയിസൈഡ്, അതാണല്ലോ പ്രശ്നം. അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചോദ്യം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ CBI എത്തരം കേസുകളാണ് ഏറ്റെടുക്കാറുള്ളത് എന്നുള്ളത് CBIയുടെ ആ കേസ് ഹിസ്റ്ററി എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാൻ കഴിയുക. അത് അങ്ങനെ ചെയ്യാൻ കഴിയും. ഞാനത് വിടുന്നു, ആ ഭാഗമേ വിടുന്നു. കാര്യം നമ്മളുടെ ചർച്ചയിൽ അതിനുള്ള സമയമില്ല, അത് ഇപ്പം ചെയ്യേണ്ട കാര്യവുമല്ല. സർക്കാരിന്റെ നിലപാടെന്നുള്ളത് കോടതി ചോദിച്ചാൽ സർക്കാർ കൃത്യമായ മറുപടി പറയും, നിലപാട് പറഞ്ഞിരിക്കും. അതിൽ സർക്കാരിന് എതിരെ അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റേ ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് കുടുംബത്തിന്റെ താല്പര്യമെങ്കിൽ സർക്കാർ അതിനെതിരെ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ മലയാളപ്പുഴയിലേക്ക് എത്താം. 1 മിനിറ്റ് ഇടവേളയ്ക്കെത്താം ചർച്ചയിലേക്ക്. ശ്രീ മലയാളപ്പുഴ ശശി, ഇപ്പോൾ CPIM ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്ന നിലപാടുകൾ എപ്പോഴും ആ കുടുംബത്തിനൊപ്പം തന്നെയായിരുന്നു. പല ഘട്ടങ്ങളിലും അവർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ CBI അന്വേഷണത്തിലേക്ക്
ആവശ്യം പോകുമ്പോൾ എന്താണ് അവർ എടുക്കുന്ന നിലപാടെന്ന് താങ്കൾക്ക് അറിയാനാകുന്നുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഈ തഹസീൽദാർ പദവിയിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണം, തനിക്ക് ആ ജോലി കൃത്യമായി ചെയ്യാൻ പറ്റാത്ത മാനസികാവസ്ഥയാണ് എന്നൊരു കാര്യം കൂടി അവർ ഒരു നിവേദനമായി സർക്കാരിന്റെ മുന്നിൽ സമർപ്പിച്ചിരുന്നു. അതിലെന്ത് തീരുമാനമായി എന്ന കാര്യം കൂടി ഒന്ന് പറയാമോ? അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കുടുംബത്തിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിരുന്നോ എന്നൊരു സംശയം ശ്രീ ജയചന്ദ്രൻ അവരോട് പറയുണ്ടായി. മരിച്ച ആളിൻ്റെ വിധവ മഞ്ജുഷയോട് ആരും ചോദിച്ചിട്ടുമില്ല, അവരെ ഒട്ട് സമ്മതം കൊടുത്തിട്ടുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹോദരനൊക്കെ പറഞ്ഞു എന്ന മട്ടിലാണ് പുറത്തു വരുന്ന വാർത്തകൾ. ശ്രീ മലയാലപ്പുഴ, അതത്ര എനിക്ക് തീർത്ത് പറയാൻ കഴിയുന്നില്ല അങ്ങനെ ഉണ്ടോ. ഏതായാലും ശ്രീമതി മഞ്ജുഷയോട് ചോദിച്ചില്ല എന്ന് മാത്രം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആരും ഞാൻ കൊടുത്തിരിക്കാൻ സാധ്യത കുറവാണ്, കാരണം അയാളൊരു വക്കീലൂടാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാവുന്ന മനുഷ്യനാണ്. കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മഞ്ജുഷയുടെ ശ്രീമതി മഞ്ജുഷയുടെ സ്ഥലമാറ്റക്കാരിൽ നിന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവർ കളക്ടർക്ക് ചെയ്യാവുന്ന കാര്യമാണത്. അത് ജില്ലാ കളക്ടർ എപ്പോൾ അവർ റീജോയിൻ ചെയ്യുന്നു, ഇപ്പോൾ അവധിയിലാണ്, അവധി കഴിഞ്ഞ് എപ്പോൾ ജോയിൻ ചെയ്താലും അവർ ചോദിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കൊടുക്കാൻ അന്നേ റവന്യൂ മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. പിന്നെ ഇവിടെ നേരത്തെ 2-3 സൂചനകൾ വന്നു നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന്. അന്ന് പറഞ്ഞത് സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകമാണെന്നൊക്കെയാണ്. അതിനൊക്കെ ഒരുപാട് മറുപടി ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് അതൊന്നും പറയാൻ പോകുന്നില്ല. 100 കണക്കിന് സിഖുകാരെ കൂട്ടക്കൊല നടത്തിയപ്പോൾ ആരായിരുന്നു ഭരിച്ചത്? ആയിരക്കണക്കിന് പാവങ്ങളെ, മതന്യൂനപക്ഷങ്ങളെ കൊന്നപ്പം ഗുജറാത്ത് ഭരിച്ചത് ആരായിരുന്നു? ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? മുഖ്യമന്ത്രി? ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസേഡ് പോലീസ് ഇറങ്ങരുത് എന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് നടത്തിയ കൊലപാതകം അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, നമുക്കത് അറിയാൻ തന്നെ. അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ച എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കെങ്ങും പോകുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോഴും സത്യം പറഞ്ഞാൽ കേരള സർക്കാരിന് മുമ്പിൽ കുടുംബം അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്മേൽ സർക്കാരിന് സ്വന്തമായി ഒരു കോടതിയുടെ ഒരു അഭിപ്രായം തേടാതെയോ അല്ലെ കോടതിയുടെ എന്തെങ്കിലും ചോദ്യം ഇല്ലാതെയോ സർക്കാരിന് ശരി ഇത് CBIക്ക് അന്വേഷണത്തിൽ വിടാം എന്ന് പറയാനുള്ള ഒരു പേപ്പർ, ഒരു പരാതി, ഒരു നിവേദനം ഇതുവരെ മുഖ്യമന്ത്രിക്കോ കേരള സർക്കാരിനോ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? സർക്കാരിനെ സമീപിക്കാതെ നേരെ കോടതിയിലേക്ക് പോകാമെന്ന് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയാവുന്നിടത്തോളം, കാരണം അവരുടെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. നഷ്ടം അവരാലോചിക്കുമ്പം ഈ പറയുന്ന പൊതുജനങ്ങളൊന്നുമല്ല, അവരുടെ അച്ഛനെ, അവരുടെ ഭർത്താവ്, അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ട അവർക്ക് നീതി ലഭിക്കുന്നതിന് നേരത്തെ പലവിധമായ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രതി കോടതിയിൽ ആദ്യം ഹാജരാക്കുമ്പോൾ കൂടെ പോയവരാരൊക്കെയാണ്? മുദ്രാവാക്യം വിളിച്ച് പിന്തുണയും കൊടുത്തിട്ട് പോയവരാരാണ്? തിരിച്ചു വന്ന് അവർ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു പറഞ്ഞത് ആരാണ്? ഇതൊക്കെ കാണുന്ന ഒരു ശരാശരി മനുഷ്യരായിട്ട് അവരെ കണ്ടാൽ മതി, ഒരു വലിയ പാർട്ടിക്കാരായിട്ടൊന്നും കാണണ്ട. അങ്ങനെ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന സംശയമാണ്, ഇവരെല്ലാം ഇങ്ങനെയൊക്കെയാണല്ലോ അവരുടെ നിൽക്കുന്നല്ലോ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇനി സർക്കാരിനെ എന്തിനാണ് സമീപിക്കുന്നത്? ഞങ്ങൾക്ക് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ ഒന്നും പിന്തുണയല്ല ആവശ്യം, ഞങ്ങൾക്ക് ന്യായമായ നീതിയാണ്, അതിന് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അവർ പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസമില്ല എന്നുള്ളത് ശ്രീ മലയാലപ്പുഴ മേ ബി അതെ ആയിക്കോട്ടെ, അവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല, ആണെന്നൊന്നും അല്ലെന്ന് പറയാൻ കഴിയത്തില്ല. അവരുടെ മാനസികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതിന് നമുക്ക് കുറ്റപ്പെടുത്താനും ഞങ്ങൾ തയ്യാറല്ല. പിന്നെ നേരത്തെ വേറൊരു വാക്ക് കൂടെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് റവന്യൂ വകുപ്പ് അന്വേഷണം വളരെ വേഗത്തിൽ നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു എന്ന് മാത്രമാണ്. അതിൻ്റെ അർത്ഥം മറ്റാരും ഒന്നും ചെയ്യുന്നില്ല എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. പക്ഷെങ്കിൽ അവർക്കിപ്പോഴും അവരുടെ മനസ്സിൽ നിൽക്കുന്ന സംശയങ്ങൾ ഇവിടെ നേരത്തെ ആ ചൂണ്ടിക്കാണിച്ചതിനോടൊന്നും ഞാൻ വിയോജിക്കുന്നില്ല. റിപ്പോർട്ട് നൽകിയിരിക്കുന്നു ശ്രീ മലയാലപ്പുഴ. പക്ഷെ അപ്പോഴും ഈ കളക്ടറിൽ നിന്നും ഈ നവീൻ ബാബുവിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, നവീൻ ബാബു സത്യസന്ധനായിരുന്നോ അല്ലെങ്കിൽ നവീൻ ബാബു എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കളക്ടറോട് ചോദിക്കുന്നു എന്നതിനപ്പുറം കളക്ടറെ പ്രതിക്കൂട്ടിലാക്കുന്ന നമ്മുടെ മുന്നിലുള്ള തെളിവുകളിൽ അദ്ദേഹത്തിൽ നിന്ന് ആ രൂപത്തിലുള്ള മൊഴി എടുത്തിട്ടുണ്ടോ? കളക്ടറുമായി ബന്ധപ്പെട്ട് ആ രൂപത്തിൽ ഒന്നും ആ റിപ്പോർട്ടിലില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ല. ആ റിപ്പോർട്ടിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെങ്കിൽ
കളക്ടറുടെ ഈ ആകെ സംഭവത്തിലുള്ള നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് റിപ്പോർട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പക്കലാണ്, അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല. പക്കലാണ്, അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. അത് അന്ന് അതിനായി മറുപടി ഇന്ന് കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത മറുപടിയിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നത് പോലീസ് അന്വേഷണത്തെ തടസ്സപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന രീതിയിലോ ആയി പോകും, അതുകൊണ്ട് ഇപ്പോൾ വിടുന്നില്ല എന്നാണ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, CPI എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM-ൻ്റെ നിലപാടിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങനെയൊന്നും പറയാൻ കഴിയുന്നില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ആശങ്കപ്പെടുന്നതിൽ ഞങ്ങൾ കുറ്റം കാണുന്നില്ല. ഇതുവരെയുള്ള അവരുടെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഒരു ശരാശരി മനുഷ്യന്, കുടുംബാംഗങ്ങളല്ല, ശരാശരി മനുഷ്യന് പോലും നേരെ നടക്കുമോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഞങ്ങളൊക്കെ ഈ സമരത്തിലൊക്കെ പങ്കെടുത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ പുറകെ മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളുടെ സഖാക്കൾ വരാറുണ്ട്. അതുപോലെ ഈ കേസിലെ പ്രതി ചെന്നപ്പം കൂടെ പോയ ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ചെറിയ ആളുകളൊന്നുമല്ല ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കുടുംബം എന്താ വിശ്വസിക്കുക, കുടുംബത്തിന് എന്താ തോന്നുക? എടാ ഇങ്ങനെ ഇത് നേരെ നടക്കത്തില്ലായിരിക്കാം, അങ്ങനെ ഒരു തോന്നലിലാണ് അവരെത്തിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർ സർക്കാരിനെ പോലും സമീപിക്കാതെ നേരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ശരി നജാഫ്, ഇപ്പോൾ സർക്കാരിനെ സമീപിക്കാതെ നേരെ കോടതിയിലേക്ക് പോയിരിക്കുന്നു ആ കുടുംബം. എല്ലാം പൂർണ്ണമാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയിൽ വിശ്വസിച്ചല്ലേ പറ്റൂ. സത്യം അന്വേഷണത്തോടു കൂടിയാ, അതെ, സത്യം കണ്ടെത്തുക എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ CBI അന്വേഷിച്ച എല്ലാ കേസുകളും എവിടം വരെ എത്തിയെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, തീർച്ചയായിട്ടും അവരിപ്പോൾ ഈ ആവശ്യപ്പെടുന്ന കാര്യത്തിലൊന്നും ഒരു തെറ്റുമില്ല. ശരി ശ്രീ നജാഫ്, നമ്മുടെ മുന്നിലുള്ള അന്വേഷണ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നാൽ അപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല. അപ്പോൾ പോലീസിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എന്നൊരു തോന്നലിൽ ഇപ്പോൾ സർക്കാരിനെ പോലും അറിയിക്കാതെ, സർക്കാരിൽ ഒരു നിവേദനം പോലും നൽകാതെ നേരെ കോടതിയിലേക്ക് ആ കുടുംബം പോയിരിക്കുന്നു. അതിനർത്ഥം സർക്കാരിൽ വിശ്വാസമില്ല എന്ന് തന്നെയാണ്. അതിപ്പോൾ പറയാതെ പറയുന്നുണ്ട് മലയാളപ്പുഴയും. അങ്ങനെയല്ലേ ലീഗിന്റെ മനസ്സിലാക്കലും നജാഫ്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് വ്യക്തമാണല്ലോ. ഹൈക്കോടതിയിൽ സ്വാഭാവികമായും മറ്റൊരു അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കൊടുക്കുന്ന എല്ലാ അഫിഡവിറ്റും കൃത്യമായ ആ വാദം ഉന്നയിച്ച് തന്നെയാണ് കൊടുക്കുക. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കെന്തുകൊണ്ടാണ് മറവി വരുന്നത്? കലക്ടർ മൊഴി നൽകിയത് എങ്ങനെയാണ്? കൗശലപൂർവ്വം കലക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ മറന്നു കാണില്ല, കലക്ടർ മൊഴി എഴുതി നൽകുകയാണ് ചെയ്തത്. കലക്ടറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? കളക്ടറോട് ചോദ്യം ചെയ്ത് തുടർ ചർച്ചകൾ ഉണ്ടായിരുന്നോ? കളക്ടറിനെ ചോദ്യം ചെയ്തതിന് ശേഷം ദിവ്യയെ വിളിച്ചു വരുത്തി പിന്നീട് ചോദ്യം ചെയ്തെന്നോ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്തരം വാർത്തകൾ എവിടെയെങ്കിലും ഉണ്ടായതാ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കലക്ടർ തുടക്കത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കലക്ടർ എഴുതി നൽകിയ മൊഴി, കലക്ടറുടെ മൊഴിയിൽ 2 വൈരുദ്ധ്യ മൊഴികളുണ്ട് എന്ന് ഇതേ സർക്കാരിൻ്റെ കീഴിലുള്ള 2 വകുപ്പുകളുടെ അണ്ടറിൽ കാണുന്ന അന്വേഷണ ഏജൻസികൾ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും കലക്ടറെ വീണ്ടും ഒരു മൊഴിയെടുക്കാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ത്വര ഉണ്ടായില്ല. SIP ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണങ്ങൾ ഒന്നും നടത്തിയില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, എന്താണ് നമ്മുടെ മുമ്പിൽ അത്തരം വാർത്തകൾ എവിടെയെങ്കിലും വന്നിട്ടുള്ളത്? അങ്ങനെ ഒന്നും വന്നിട്ടേ ഇല്ല. ഇപ്പോൾ കോടതി എടുക്കുന്ന നിലപാട് തന്നെയാണ്, തീരുമാനം തന്നെയാണ്. ശരി, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. കോടതി എടുക്കുന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും പ്രധാനം. സർക്കാരിനെ സമീപിക്കാതെ നേരെ കോടതിയിലേക്ക് ആ കുടുംബം പോരെന്ത് എന്ന സർക്കാരും പരിശോധിക്കേണ്ടതാണ്. വളരെ നന്ദി ശ്രീ മലയാളപ്പുഴ ശശി, M ജയചന്ദ്രൻ, ഷാജി രാഘവൻ, CK നജാഫ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.